പ്രത്യേകിച്ച് ഒന്നുമില്ല. പുഷ്പ ഇതിലും ഭേദമാണ്. ഈ പുഷ്പ 3 ഉണ്ടെന്ന് പറയുന്നു. 3 ഉണ്ട്. പുഷ്പ 3യുടെ പറഞ്ഞു വെച്ചിട്ടാണ് നിർത്തുന്നത്. ഫഹദ് ഫാസിലിനെയൊക്കെ വെറുതെ കൊണ്ടതായിട്ട് തോന്നണം. ഒരു റോളും ഇല്ല പുള്ളിക്കൊന്നും, കുറച്ച് നേരെ ഉള്ളു. ഒരുപാട് റൊമാൻറ്റിക് വന്നാണ് ഏറ്റവും അലമ്പായി പോയത്. പിന്നെ ഓവർ പാസം. രശ്മികൊക്കെ ആസ് യൂഷ്വൽ പുഷ്പ കാണിച്ച അതുപോലെ തന്നെയാണ് ഇതിലും കാണിക്കണം. ഒരു ഫാമിലി പാസ്, അങ്ങനെ ഒരു ആ പാസ്സാണ്, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പടം ഭയങ്കര ഓവറാ ബ്രോ. ഇതിന്റെ ആവശ്യമില്ല. ആ ടോർച്ചർ ആ പടം അവരാതി പെണ്ണുമ്പോൾ എന്നെ കാണിക്കണേ. അവളെ കൊണ്ട് രക്ഷയില്ല. അവളെ ആദ്യം നിരോധിക്കണം. ആ പടം അനിമലിന്റെ ഒറ്റ പടത്തിനകത്ത് മര്യാദയ്ക്ക് അഭിനയിച്ച് എനിക്ക് അവള് വേസ്റ്റ്. അവളെ കൊണ്ടൊന്നും ഒരു രക്ഷ. രണ്ടിനും കാര്യങ്ങളൊക്കെ എല്ലാം പൊളിയാണ്. മണ്ണിനെ വെച്ച് നോക്കുമ്പോ രണ്ടും കുഴപ്പമില്ല, കുറച്ചും കൂടി ഇതായിട്ടുണ്ട്. വളരെ മോശമായിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേ ആണ് പുള്ളിക്ക് തന്നെ കൊടുത്തേക്കുന്നത്. ഒരു രംഗണ്ണ സ്റ്റൈൽ എടുക്കാൻ നോക്കിയിട്ട് ഒരുമാതിരി കുങ്കണ്ണ സ്റ്റൈൽ പോലെ ആയിപ്പോയിട്ടുണ്ട്. പറഞ്ഞാൽ ഒട്ടും ടൈമും കൊടുത്തിട്ടില്ല. പോരാത്തതിന് ഭയങ്കര പാസ്സൊക്കെ കുത്തിക്കയറ്റി അലമ്പായി കളഞ്ഞു. എന്തോ കൊണ്ട് നിർത്തിയേക്കണ വരെ വേറെന്തോ വലിയ ഒരാത്തിലേക്കാണ്. 3ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കങ്കു 2ലേക്ക് കൊണ്ട് നിർത്തിട്ടില്ലേ, സെയിം എഫക്റ്റ് ആണ്. ഒന്നും തോന്നില്ല, അതിന്റെ ആവശ്യമേ തോന്നില്ലാത്ത രീതിയിലുള്ള സാധനം. അത് ഈ ഇടയ്ക്കാവുന്നത് ഈ സമയത്തിന്റെ ആണെന്ന് തോന്നുന്നു. ഇത് ഹൈപ്പ് കൊടുക്കുന്നത് ഊമ്പത്തിനും കാണിച്ചു വെച്ചിട്ട് ഹൈപ്പ് കൊടുക്കുമ്പോഴത്തേക്കും ഇത് അതുകൊണ്ട് പൊട്ടുന്നതാണെന്ന് അറിയാൻ പാടില്ല. കങ്കുകയും ഹൈപ്പ് കൊടുക്കുന്നു, നല്ലപോലെ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെതായ ഒരു ഔട്ട്പുട്ട് അവന്മാർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതാണ് എൻ്റെ മെയിൻ വിഷയം എന്ന് വന്നേക്കുന്നത്. പടം ആവറേജ്, ബിലോ ആവറേജ് ഒക്കെ ആയിട്ട് പിന്നെ കങ്കു ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് കങ്കു വെച്ച് നോക്കുവാണെങ്കിൽ പിന്നെ കണ്ടിരിക്കാന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും സിനിമയ്ക്കകത്തൊന്നും ഒരു ഇതിന് എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ അങ്ങനെ പറ്റിയില്ല. ബാക്കി അത്യാവശ്യം നൈസായിട്ട് അല്ലു അർജുൻ ആണെങ്കിലും ആ ഒരു രീതിയിൽ പോയിട്ടുണ്ട്. ഈ 3യോട് കൂടിയാണല്ലോ ഇന്ത്യ ഇരിക്കുന്നത്. നേരത്തെ അലോൺസ് ഉണ്ടോ 3? അതിങ്ങനെയുണ്ട് ഈ ക്ലൈമാക്സ്. ഇപ്പൊ തീർച്ചയായിട്ടും എല്ലാ സിനിമയ്ക്കും ആ ക്ലൈമാക്സ് അതുണ്ട്. അതിപ്പോ ക്ലീഷ ആയി തുടങ്ങി. വരുന്ന എല്ലാ തമിഴ് പടങ്ങളായിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ എല്ലാത്തിലും 3rd അല്ലെങ്കിൽ 2nd വരുമ്പോൾ കണ്ടിരിക്കണവർക്ക് ഭയങ്കര ബോറടിയാ. പിന്നെയും അത് വരാൻ കണ്ടേ ഒരു സാധനം മൊത്തം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ രീതിയിൽ പൊക്കോളും. ഇത് പിന്നെയും നോക്കി 2 വർഷം, ഇനി അടുത്ത് 5 വർഷം കഴിഞ്ഞായിരിക്കും പുഷ്പ 3 വരുന്നത്. സോ ആ ഒരു വെയിറ്റിംഗ് ഭയങ്കര ഷോക്കാണ്.